ഞങ്ങൾ പക്കോട്ടാ പറഞ്ഞു ആണ് മിസ് ചെയ്യല്ലേ. ഒരു കുഞ്ഞു വണ്ടിയിൽ ഒരു പെട്ടിയോട്ടോയിൽ കയറ്റാവുന്നത്ര പുല്ലും വെച്ച് ഭാര്യേനെ മടിയിലും കിടത്തി. ഇപ്പതീ കാണുന്നതേ ആനപ്പിണ്ടാണേ. നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ട് വിട്ടേക്കണത് ഇവിടെ എങ്ങാണ്ടാണ് കേട്ടോ. ഇത് നമ്മുടെ അരിക്കൊമ്പൻ്റെയോ കൂട്ടുകാരുടെ പെരിയാറിന്ന് വെള്ളം കൊണ്ടുപോകണ വലിയ പൈപ്പുകളാണേ. നമ്മൾ കേരളത്തിൽ നിന്നാണ് മനസ്സിലായിട്ടാണ് തോന്നുന്നത്. കക്ഷി ഭയങ്കര ദേഷ്യത്തിലാണ്. ഞാൻ പാവല്ലേടാ പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചങ്ങ് പോവുകയാണേ. കമ്പൻ താഴ്വരയിലൂടെ നമ്മളിപ്പോൾ പോകുന്നത് മേഘമല കാണാനാണേ. ഈ അടുത്ത കാലത്താണ് കേട്ടോ ഇത് തുറന്നു കൊടുത്തിട്ടുള്ളത്. പുതിയ ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ അധികം ആർക്കും പരിചയം ഉണ്ടാവത്തില്ല. മേഘമല എന്ന് പറഞ്ഞാലേ മേഘത്തിനകത്ത് നിന്ന് മലകളെ കാണുക, അതാണ് കേട്ടോ. നിൽക്കുക ഇവിടെ ഒരു അമ്പലത്തിൻ്റെ വാതിക്കലേ കോടമൊക്കെ പിടിച്ചൊരാളെ. ഇത് നമ്മൾ ഹിന്ദി പുസ്തകത്തിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഗുരുനാനാക്ക് എന്ന് തോന്നുന്നു. എന്തായാലും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ. ശരിക്കും തമിഴ്നാടൊന്ന് കണ്ടിരിക്കേണ്ടതാണേ. നമ്മളൊക്കെ പശുവിനെയും പാമ്പിനെയും എല്ലാം ഒരുമിച്ച് അങ്ങ് വളർത്തും. ഇവിടെ ഇത് കണ്ടോ, പശു വളർത്തുന്ന ഒരു ഫാമാണ് കേട്ടോ. പശു മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൊമ്പ് കണ്ടിട്ടേ പേടിയായിട്ട് ഞാൻ കണ്ണടച്ചിട്ടാണ് ഈ വീഡിയോ ഷോട്ട് കിട്ടേണ്ടതായിരുന്നു. എൻ്റെ പേടി കൊണ്ടാണ് അതൊന്നും കിട്ടാണ്ട് പോയത്. ദേ ഈ പോകുന്നവനില്ലേ, ഇവനാണ് കേട്ടോ ഇവരുടെ ഗാർഡ്. ഇവനെ കാല് വയ്യെങ്കിലും ഇവനാണ് അവരെയും കൊണ്ട് ഇപ്പം മേയാൻ പോകുന്നതൊക്കെ കേട്ടോ. ശരിക്കും മനസ്സലിയിക്കണ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. എനിക്ക് ശരിക്കും സങ്കടം വരണുണ്ടായിരുന്നേ. കൊടൈക്കനാൽ 120 കിലോമീറ്റർ. നമ്മൾ മേഘമലയാണല്ലോ, അപ്പം തേനിക്ക് മുന്നേ ആയിട്ട് നമ്മൾ തിരിയണം കേട്ടോ. ഈ യാത്രയിലെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയാണ് മിസ് ചെയ്യല്ലേ. ഒരു കുഞ്ഞു വണ്ടിയിൽ ഒരു പെട്ടിയോട്ടോയിൽ കയറ്റാവുന്നത്ര പുല്ലും വെച്ച് ഭാര്യേനെ മടിയിലും കിടത്തി. ആ പോകുന്ന ചേട്ടൻ തരുന്നത്ര മോട്ടിവേഷനൊന്നുമേ ഒരു മോട്ടിവേഷൻ സ്പീക്കർക്കും തരാൻ പറ്റൂല. ജീവിതം വഴിമുട്ടുമ്പോഴേ കണ്ണു തുറന്നൊരു യാത്ര പോവുക എല്ലാം. മലയാളികൾ കാണേണ്ട മറ്റൊരു കാഴ്ച, വാഴയിൽ നിന്ന് നമ്മൾ ചെത്തിക്കളയണ കച്ചിലുകൊണ്ടാണ് കേട്ടോ ഈ വേലി കെട്ടിയിരിക്കണത്. തേനിക്ക് മുന്നേ നമ്മൾ തിരിഞ്ഞ് ഇനി ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ നിന്ന് 27 കിലോമീറ്റർ കയറ്റം കയറിയിട്ട് വേണം മേഘമല. പുരാണത്തിലെ സോമരസം ഉണ്ടാക്കുന്ന സോമലതയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കണ്ട വള്ളിയെ. മേഘമല കാണാൻ വേണ്ടിയിട്ട് വന്ന തീർത്ഥാടക സംഘമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒരേ അങ്ങോട്ടേക്കാന്ന് പറയാനുള്ള കാരണം മേഘമല വ്യൂ പോയിന്റ് കൊണ്ട് റോഡ് തീരുവാണ് കേട്ടോ. പിന്നെ നമ്മൾ 27 കിലോമീറ്റർ തിരിച്ച് ഇവിടെ കൂടെ തന്നെ വന്നെങ്കിൽ നമുക്ക് തിരിച്ചു പോരാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളെ ലോകത്തിൻ്റെ ഏതോ കോണിൽ നിൽക്കണ ഒരു ഫീലാണ് കേട്ടോ. നമ്മുടെ ഉള്ളിലെ പ്രണയമൊക്കെ ഇല്ലേ താനേ പുറത്തു വരും. ഒന്നും നോക്കണ്ടെന്നേ, കണ്ണടച്ചങ്ങ് പ്രേമിച്ചേക്കണം. ഇപ്പോൾ ഒരു ഡാമിൻ്റെ തീരമാണ്. ഇവിടെ വന്ന നമ്മൾ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോ എല്ലാം എടുത്തിട്ട് തിരിച്ചു പോണത് നമ്മൾ കണ്ടു. ഇതൊന്നുമല്ല, ഇനിയും കുറേ ദൂരം പോകാനുണ്ട് കേട്ടോ മേഘമലയ്ക്ക്. പിന്നെ വരണവരെല്ലാം നമ്മളൊരു ചുക്കുകാപ്പിയും കുടിച്ച് ഒരു കപ്പലിൻ്റെയും വാങ്ങിയിട്ടാണ് ഇനി അടുത്ത കയറ്റം കയറുന്നത് കേട്ടോ. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 1.5 ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞത് നമ്മുടെ കൈ കരുതണം. ഭക്ഷണം കഴിച്ചിട്ട് വേണം പോരാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടുന്ന് ഒരു മൊട്ടുസൂചി കിട്ടണമെങ്കിൽ ഇനി നമ്മൾ 30 കിലോമീറ്റർ പുറകോട്ട് പോയെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളേ. ഈ ചെറിയ കയറ്റവും കയറി ഈ പാറപ്പുറത്തുകൂടി നടന്നങ്ങ് അറ്റത്തെത്തിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. നേരിട്ട് തന്നെ കാണണം. ഈ മൊബൈൽ ക്യാമറയിൽ കൂടി ഒന്നും കാണിക്കാൻ പറ്റണതല്ല. ദേ ഈ കാണുന്ന മൺകൂനകൾ പോലെ കാണുന്നില്ലേ, അതെല്ലാം വലിയ മലകളാണ് കേട്ടോ. ഇവിടുന്ന് കാണുന്ന ഈ വെളുത്ത പൊട്ടുകളെല്ലാം ഇല്ലേ, ഓരോരോ വലിയ വലിയ സിറ്റികളാണ്. ഇതാരും മിസ് ചെയ്യരുതേ. ഒരിക്കലെങ്കിലും നേരിട്ട് വന്ന് കാണണം. അപ്പം നമുക്ക് 5 മണിക്ക് അവിടെ ചെക്ക് പോസ്റ്റ് എടുക്കും. അതിന് മുമ്പ് അവിടെ എത്തണം. അപ്പം നമ്മൾ ഇറങ്ങുവാണേ. ഇപ്പതീ കാണുന്നതേ ആനപ്പിണ്ടാണേ. നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ട് വിട്ടേക്കണത് ഇവിടെ എങ്ങാണ്ടാണ് കേട്ടോ. ഇത് നമ്മുടെ അരിക്കൊമ്പൻ്റെയോ കൂട്ടുകാരുടെയോ ഒക്കെ ആയിരിക്കും. നമുക്കങ്ങനെ ഒരു സൂചന കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ധൃതി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങണേ. നമ്മൾ പോരണ വഴിക്കൊക്കെ ആന വന്നിട്ട് കാൽപ്പാടും ആനച്ചൂരും എല്ലാം ഉണ്ടായിരുന്നു. പേടിയാകണ ഒരു ഫീലായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ചു പോരുമ്പോഴേക്കും. ശരിക്കും ആനച്ചൂരുണ്ട് ഗൈസ്, നല്ല മണം. മറ്റേ ഇതൊക്കെ ബോർഡൊക്കെ കുത്തിമറിച്ചിട്ടേക്കുക. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഉടുതിയ പാട് കണ്ടോ. പിണ്ടത്തിൻ്റെ കൂടെ ഈ പാട് കാണുന്നതേ ആനമൂത്രമാണ് കേട്ടോ. ഉണങ്ങിയിട്ട് പോലുമില്ല. ഇവിടെ എങ്ങാണ്ടൊക്കെ തന്നെ ഉണ്ട്. നമ്മുടെ കുറച്ച് കൂട്ടുകാരിവിടെ ഉണ്ട്. അവർ നമുക്ക് വേണ്ടി ഒരു വലിയ സർപ്രൈസ് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എത്തണം. അപ്പോൾ സന്ധ്യ ആവണതിന് മുമ്പ് നമ്മൾ പാഞ്ഞു പോവുകയാണ് കേട്ടോ. തമിഴ്നാട് ഈസ് ഈക്വൽ ടു മുന്തിരിത്തോട്ടം. അതുകൊണ്ട് മുന്തിരിത്തോട്ടത്തിൽ ഒന്ന് കയറി 2 പെട്ടി മുന്തിരിയും വാങ്ങിയേ. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണല്ലോ ഫ്രണ്ട്സ്. മറക്കാത്ത സർപ്രൈസ് ആണ് ഫ്രണ്ട്സ് ഒരുക്കി വെച്ചത്. എന്താന്നല്ലേ കണ്ടോ. ഇഷ്ടമല്ല. കൂട്ടുകാരെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ വീട് തന്നെയാണ്. വീടിൻ്റെ
മുറ്റവും പരിസരവുമാണ് ഇവിടെ. ഇത് സ്ഥിരം ഇവർ ചെറുപ്പത്തിലേ തൊട്ടേ ഇതുങ്ങൾ ഇവിടെ വന്ന് ഇണങ്ങി ജീവിക്കുന്നതാണ്. ഇവർ കൊടുക്കുന്ന ഫുഡെല്ലാം കഴിച്ച്, കൊടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ച് കഴിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഇത് കണ്ടിട്ട് ആരും പോയി ഇനി കാട്ടിലൊന്നും പോയി നമ്മളതിനൊന്നും തീറ്റയൊന്നും കൊടുത്തേക്കരുത്. ഇതിൻ്റെ ഒപ്പം തന്നെ വലിയ മൃഗങ്ങളും എല്ലാം കാണും, കടുവയെ പുലിയൊക്കെ കാണും. ഇപ്പോൾ നമ്മുടെ ദേശീയ പക്ഷിയായ മയിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം വന്നിട്ട് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കത്തില്ലേ, അതുപോലെ ഇവരും അതിനെ സംരക്ഷിച്ചു പോരുന്നതാണ്. അപ്പം നമ്മൾ തേക്കടി വന്നിട്ട് മൃഗങ്ങളെ ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോഴേക്കും അവർ നമ്മളെ സർപ്രൈസായിട്ട് വിളിച്ച് കാണിച്ചതാണ് ഇത്. ഇതിന്റെ കുഞ്ഞൊന്നുമല്ല, രണ്ടെണ്ണം വന്നു. പഴം തീർന്നല്ലേ? പഴം തീർന്നു. പപ്പായ്ക്ക് കണ്ടിട്ട് പോകാൻ തോന്നുന്നു. ഇതിന് അപ്പയും എനിക്ക് പേടിയില്ല. ഇതിന് കൊടുക്കുന്ന അത് പോയി നോക്കി നിൽക്കുന്നുണ്ടോ? അതിന്റെ ദേഷ്യം വരും. ഇതിലും ചെറുതായിരുന്നു. എന്നാ ഇനി വേറെ ഉണ്ട്. 4 മണിക്കുണ്ട്. ഇതിലും ചെറുതായിരുന്നു. അടുത്തോട്ട് വിളിച്ചാൽ ഇതിലും ചെറുതായിരുന്നു. എന്നാ ഇനി കാട്ടിലുണ്ട് വേറെ. ഇത് മറ്റേ പെണ്ണ്. ഏത് പെണ്ണ്? ഇവരുടെ കൂട്ടുകാരിയാണ്. അയ്യോ എടാ, 4 മണിക്ക് ഇത്രയും കൊമ്പില്ലായിരുന്നു. ഇനിയുണ്ട് കാട്ടിലെന്നാ വേറെ. ഇനിയുണ്ട് 15 എണ്ണം ഉണ്ട്. കിട്ടുന്നുണ്ടോ? എന്നാടാ പറയുന്നത്? ഇവിടെ 2 കേറി വന്നു കേട്ടോ. ഇവിടെ വിണ്ണാണ്ടോണ്ട് കയറി വന്നത്. ഇത് ആണാണ് പെണ്ണല്ല. എത്ര നാളുകൊണ്ട് അറിയാം ഇതാണെന്ന് ഞാൻ പറയത്തില്ല. വലിയ പൊക്കപ്പുറമൊക്കെ ചാടി കയറി. ഞങ്ങളുടെ മുറ്റത്തൊക്കെ ഒന്ന് ചെടിയൊക്കെ തിന്നേ. ചെടിയെല്ലാം തിന്നു. കാണാത്തോണ്ടുള്ളേ ആർക്കാടാ ഗുളിക മേടിക്കുമെന്ന് പറഞ്ഞേ? എന്നാത്തിന്? 3 സൈസോ? ഇവിടെ 5-6 തൊലി കൂടെ എടുത്തോട്ട് പോലെ തരാൻ തരാൻ തരാം. നോക്കൂ അവനെ ആദ്യം പഴം കൊടുത്തപ്പോ പിന്നെ പുള്ളിക്ക് പിന്നെ വേണ്ടായിരുന്നു. അല്ലേ? ഇത് രണ്ടാമത് കയറി വന്നല്ലേ? അല്ലല്ല, ഇതാണ് ആദ്യത്തെ. ഇങ്ങോട്ട് നീങ്ങിവാ. നീ പഠിച്ചു വരണം. അത് കുറെ കൂടെ. അത് രണ്ടാമത് വന്നതാ അല്ലേ? അത് പെണ്ണ് ഇതാണ്. അതിന് ചെറിയ പേടിയുണ്ട്. ഇന്നലെ കൊമ്പില്ലാത്ത ഒന്നും ചെയ്യല്ലേ. ഇത്രയും ചെയ്തില്ല. പിന്നെ ഇത്ര ചെയ്തൊന്നുമില്ല. അവിടെ നിന്ന് എന്താ ഒച്ച കേട്ടതാ? വണ്ടിയുടെ ഒച്ച കേൾക്കരുത്. ആ പൂച്ച വന്നു. പൂച്ച കാണരുത്. പൂച്ച ഭയങ്കര ശത്രുവാ. ഇവനോട് പോയപ്പോ ഇല്ലില്ല. പൂച്ച ഇങ്ങോട്ട് വന്നാൽ ഓടും. ഓടുകയല്ല, അതിനെ കുത്തിയത്. അവിടെ നോക്കുക. മുറ്റത്ത് കയറി ചെടിയെല്ലാം തിന്നു. പ്രശ്നമാണോ? നീ നോക്കണ്ടില്ല. പൂച്ച ടോർച്ചർ
ഓക്കെ ആണോ ആ പൂച്ച അടിയിൽ കയറി അങ്ങനെ ഒന്ന് എന്തേ ജീപ്പിനടിയിലുണ്ട്. നീ തൊട്ടടാ, നീ തൊട്ട് പോടാ. കൊമ്പൊന്നും അല്ല കളിക്കുന്നുണ്ട്. രണ്ട് ഫ്ലൈങ് കേസ് കൊടുത്തേക്കാൻ ഞങ്ങൾ പക്കോട്ടടാ പറഞ്ഞു. രണ്ടുപേരും നിൽക്കുന്ന എടുത്തേടാ ഒന്ന്.